ഇന്ന് UAE-യിൽ പകലൊടുങ്ങുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? മുഹമ്മദ് റഗീസ് ദുബായിൽ നിന്ന് ചേരുകയാണ്. പറയൂ റഗീസ്. എസ്കെൻ, ഇന്നലെ വൈകിട്ടുണ്ടായ ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനത്തിലൊക്കെ ഏതാണ്ടൊക്കെ ആശ്വാസം കൊണ്ടെങ്കിലും ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ ഏതാണ്ട് ഈ ഗൾഫ് സമയം ഒരു 2 മണിയോടൊക്കെ തന്നെ ആ ഒരു പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുവൈറ്റിൽ നിന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. കാരണം കുവൈറ്റിൽ നേർക്ക് രാവിലെ 3 തവണയാണ് ആക്രമണം ഉണ്ടായത്. അത് ഏതാണ്ട് ഓരോ മണിക്കൂർ ഇടവിട്ട രീതിയിൽ തന്നെ അലേർട്ട് ലഭിക്കുകയും അതിനുശേഷം ആക്രമണം ഉണ്ടായി എന്നുള്ള സ്ഥിരീകരണം വന്നു. പ്രതിരോധ സേന അതിനെ തടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഔദ്യോഗികമായി ഈ കുവൈറ്റിൽ തന്നെയാണ് ശരിക്കും ഇന്ന് കൂടുതൽ ആക്രമണം അല്ലെങ്കിൽ കൂടുതൽ തവണ ആക്രമണം ഉണ്ടായത് എന്ന് പറയേണ്ടി വരും. ഈ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ പ്രധാനപ്പെട്ട 7 വൈദ്യുതി ലൈനുകൾ അതിന് തകരാർ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ ഈ ഇലക്ട്രിസിറ്റി മന്ത്രാലയം വൈദ്യുതി മന്ത്രാലയം സ്ഥിരീകരിച്ചതാണ്. അപ്പോൾ ആ 7 ലൈനുകൾക്ക് തന്നെയാണ് കേടുപാടുകൾ ഉണ്ടായത് എന്നാണ് ഔദ്യോഗികമായി ഇപ്പോഴും സ്ഥിരീകരണം വരുന്നത്. അത് സാരമായി തന്നെ വൈദ്യുതി വിതരണത്തെ ബാധിച്ചിട്ടുമുണ്ട്. കാരണം രാവിലെ വന്ന ആ അപ്ഡേറ്റിന് ശേഷം പിന്നീട് ഈ വൈദ്യുതി വിതരണം സാധാരണ നിലയിലാക്കി എന്നുള്ള വിവരം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഏതെങ്കിലും ഒരു കേന്ദ്രം അത് കേന്ദ്രീകരിച്ച് നടത്തിയ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമൊന്നുമല്ല. അല്ലാതെ തന്നെ ഒരു ഇന്റർസെപ്ഷനിലൂടെ അതിന്റെ അവശിഷ്ടങ്ങൾ വീണ്, ഡ്രോണിന്റെ ആയാലും മിസൈലിന്റെ ആയാലും ഒക്കെ അവശിഷ്ടങ്ങൾ വീണ് അത് ലൈന് കേടുപാടുകൾ വരുത്തിയതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാൻ നൽകിയ മുന്നറിയിപ്പ് അത് എത്രത്തോളം തീവ്രമായിട്ടുള്ള മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ ഗുരുതരമായി ബാധിക്കുന്ന മുന്നറിയിപ്പാണ് എന്നതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആണ് അല്ലെങ്കിൽ ഒരു ഏറ്റവും ചെറിയ ഉദാഹരണമാണ് ഇന്നിപ്പോൾ കുവൈറ്റിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരു ദ്രുതഗതിയിൽ തന്നെ ഇതിന്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യുതി വരും എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരവും. അതോടൊപ്പം തന്നെ ഈ ബഹ്റൈൻ കേന്ദ്രീകരിച്ചും കാര്യമായിട്ടുള്ള ആക്രമണം രാവിലെ ഉണ്ടായിരുന്നു. 3 തവണയാണ് ബഹ്റൈൻ കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായത്. അതും ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ ഇടവിട്ടുള്ള അലേർട്ടുകൾ വന്നു. രാവിലെ കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നു. പതിവ് പോലെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സൗദി അറേബ്യ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നത്. പുലർച്ചെ തീവ്രമായ രീതിയിൽ ആക്രമണം ഉണ്ടാകുന്നത് സൗദി അറേബ്യയിലാണ്. അവിടെ ഏതാണ്ട് ദിവസവും ഏതാണ്ട് പുലർച്ചെ തന്നെ 20ഓളം മിസൈലുകളൊക്കെ നേരിടേണ്ട സ്ഥിതിയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.